I loved her. Sometimes she loved me too. Through nights like this. സാറേ, സാറിനൊരു കത്തുണ്ട്. യൂണിവേഴ്സിറ്റി എന്നാ തോന്നുന്നു. റിസേർച്ചിന് അപേക്ഷിച്ചിരുന്നു. അതിന്റെ വിവരങ്ങൾ അടങ്ങുന്ന കത്തായിരിക്കും. ശരി സാർ. ശരി. One of the best poem of Pablo Neruda. I like it, especially the last answer. Come and see the blood in street. Class poem. പോയി അവസാനിക്കുന്നത് തന്നെ അവസാനിക്കരുതെന്ന തോന്നലോട് കൂടിയാണ്. കണക്ക് ടീച്ചർ ആൾ കൊള്ളാലോ. നെറൂദയുടെ കവിതയെക്കുറിച്ചൊക്കെ നല്ല അറിവാണല്ലേ. കുഞ്ഞുനാള് മുതലേ വീടിനടുത്തുള്ള ലൈബ്രറിയിൽ പോവാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അവിടുത്തെ ലൈബ്രറിയനാ. പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനുള്ളതല്ലേ, അപ്പൊ ഇത്തിരിയെങ്കിലും വായിക്കണ്ടേ. പോസ്റ്റ്മാൻ വന്നിട്ട് പോണത് കണ്ടായിരുന്നല്ലോ. ആരുടെ കഥ? ലവ് ആൻഡ് റെവല്യൂഷൻ ഇൻ നെറൂദാസ് പോയം എന്ന വിഷയത്തിൽ ഞാൻ റിസർച്ചിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായി. ഈ വരുന്ന ആഴ്ച ആ തീസിന്റെ റഫ് ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കഥ. ശരി സർ. ശരി. ടീച്ചർ, താങ്ക് യു. നേരം 11 കഴിഞ്ഞു. നീ എന്താ ഉറങ്ങാത്തെ? അമ്മ പൊക്കോ, ഞാൻ ഉറങ്ങിക്കോളാം. കുറ്റിയിട്ട് കിടക്ക. മെമ്പർക്കൊരു കത്തുണ്ട്. ശരി. ശശി സാറേ, എന്താ ടീച്ചറെ, എന്തു പറ്റി? അത് എനിക്ക് ടീച്ചർക്ക് എന്തൊരു ടെൻഷൻ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനെന്താ, പറഞ്ഞോളൂ. സാർ ഇതൊന്ന് വായിച്ചു നോക്ക്. ആർക്കെങ്കിലും അർത്ഥം മനസ്സിലായോ? മഞ്ഞുതുള്ളികൾ വന്നു വീഴുന്ന ലാഘവത്തോടെ അതിന്റെ സൗന്ദര്യത്തോട് കവി തന്റെ ഭാര്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കും. ഈ നോട്ടൊക്കെ എല്ലാരും ഒന്ന് എഴുത്. ഞാനിപ്പോ വരാം. കവിയുടെ സൗന്ദര്യത്തെ ബാക്കി പറയാട്ടോ ടീച്ചറെ. എന്താ ഇത്? എനിക്ക് പറയാനുള്ളത് ഇതിലുണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കുന്നു. ടീച്ചറെ, ഒരു മിനിറ്റ്. ടീച്ചർ എന്ന കത്ത് ഞാൻ വായിച്ചു. ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ക്ഷമിക്കണം സാർ, എൻ്റെ ഒരു അവിവേകമായിട്ട് കരുതണം. അതുകൊണ്ടല്ല, പ്രേമിച്ച് നടക്കാനുള്ള സാഹചര്യത്തിലല്ല ഞാനിപ്പോൾ. ടീച്ചറിന് എൻ്റെ സിറ്റുവേഷൻ അറിയാഞ്ഞിട്ടല്ല. ടീച്ചറിന്റെ കത്തിന് രാത്രി ഇരുന്ന് മറുപടി ചെയ്യുന്ന സമയം കൊണ്ട് എനിക്ക് എൻ്റെ തീസിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ടീച്ചറെ ഞാൻ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഒരു മനുഷ്യന്റെ മനസ്സ്, അതിലേറ്റവും ഡേഞ്ചറസ് ഇമോഷനാണ് പ്രേമം. ഒരു തവണ തന്നെയാൽ ഇന്ന് തീർന്നു ടീച്ചർ. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല സാർ. എനിക്കൊരിഷ്ടം തോന്നി. എന്നെ അതിന് കിട്ടില്ല. സോറി. ടീച്ചറെ, ഇതെന്താ മാഷേ വണ്ടി തള്ളിക്കൊണ്ട്? ഒന്നും പറയണ്ട ടീച്ചറെ,
വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് പണി മുടക്കി. ഓ. നമ്മുടെ കോരംബാബുവിന്റെ വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കും. ടീച്ചർ കത്ത് വായിച്ചോ? മറുപടി ഒന്നും പറഞ്ഞില്ല. അത് നടക്കില്ല സാറേ. സാർ ഈ അമ്പലത്തിലാണ് സ്ഥിരം വരിക? പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇന്നാണ് അവസരം കിട്ടിയത്. ഇതെന്താ കല്യാണക്കുറിയാണോ? അല്ലല്ല, തീസിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് പൂജയ്ക്ക് വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ശരിയാന്ന്. ഓ. ഇവൻ ആ ചന്ദ്രന്റെ മോനല്ലേ? നീ ആ ചന്ദ്രന്റെ മോനല്ലേ? ആ എന്തി? നീ ആ ബോർഡ് കണ്ടില്ലേ? ഭഗവാന്റെ നടയിൽ നിന്നിട്ടാണ് പ്രസിഡന്റ് ഈ നെറുകേട് പറയണത്. ഇത് പഴയ കാലമൊന്നുമല്ല. ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും നടന്നൊന്നും നിങ്ങളാരും അറിഞ്ഞില്ലേ? കൂടുതൽ ചലിക്കാതെ ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. പ്രിയപ്പെട്ട ശകുന്തളെ, ഈ ദിവസം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. കാരണം ഈ നിമിഷത്തിന് മുമ്പ് വരെ ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. സത്യത്തിൽ ഇതൊരു മാപ്പപേക്ഷ കൂടിയാണ്. ഒരിക്കൽ നീ എന്നോട് മനസ്സ് തുറന്നപ്പോൾ ഞാൻ നിന്നോട് വളരെ സാങ്കേതികമായി സംസാരിച്ചു. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് സത്യമായി തോന്നിയത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയ വികാരം പ്രണയമാണെന്ന് ഞാൻ അന്ന് പറഞ്ഞത് വെറുതെ ആയില്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. എൻ്റെ കത്ത് വായിച്ചോ? സാറാ, ഞാനും വായിച്ചു മുഴുവനും. ആ പാട്ട് കേൾക്കുന്നവരെ ഞാനും കരുതിയില്ല എൻ്റെ മനസ്സിലൊരു പ്രണയം ഉണ്ടാവുമെന്ന്. പഠിപ്പിക്കുക, പഠിക്കുക, അത് മാത്രമായിരുന്നു ലക്ഷ്യം. നാട്ടുകാരാണെങ്കിൽ ജാതിയിൽ താഴ്ന്നവനെന്നും പറഞ്ഞ് എന്നും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ഉറ്റവരോ ഉടയവരോ ഇല്ല. ആകെയുള്ളൊരു മുത്തശ്ശിയാണ്. മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും അവർക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല. ഒറ്റവരോ ഉടയവരോ ഉണ്ടെങ്കിലും മനസ്സിൽ ഞാനെന്ന് ഒറ്റയ്ക്ക്. പക്ഷെ ഇപ്പോൾ ആരോ കൂട്ടിനുള്ളത് പോലെ തോന്നുന്നുണ്ട്. എന്നോടൊപ്പം എന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. വഴിയിൽ ഉപേക്ഷിച്ച് പോവില്ലല്ലോ. സാറേ, ക്ലാസ് എല്ലാം കഴിഞ്ഞില്ലേ? ബൽറാമാസ നിന്നെയൊക്കെ പോലെ 10ാം ക്ലാസ് പല തവണ തോറ്റ് തുന്നം പാടി നടക്കുന്നവർക്ക് വേണ്ടി ബൽറാം ആസാദ് സാർ പ്രത്യേകം തയ്യാറാക്കിയ ഗൈഡാണിത്. മനസ്സിലായ? ഇത് പ്രയോഗിക്കാൻ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്ക്, ഇതെങ്കിലും നോക്കി പഠിച്ചോ. അതായത് നമുക്ക് ഏത് ചോദ്യത്തിന്റെ ഉത്തരാണോ വേണ്ടത് ആ പേജ് മാത്രം നമ്മൾ ഗൈഡിൽ നിന്ന് ഇങ്ങോട്ട് കീറിയെടുക്കുക. ഇതുപോലെ. അതിനുശേഷം അതിൻ്റെ 4 മൂലയും വളരെ കൃത്യമായിട്ട് ഇതുപോലെ വെട്ടിക്കളയാം. എന്നിട്ട് ആദ്യത്തെ വരി മുകളിലേക്കാവുന്ന രീതിയിൽ അതിങ്ങനെ മടക്കി കുത്തി മടക്കി കുത്തി മടക്കി കുത്തി മടക്കി കുത്തി മടക്കി കുത്തി ഇതുപോലെ ആക്കണം. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടിട്ട് മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. അപ്പോഴേ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടേ മടക്കി ഇങ്ങനെ മടക്കി ഈ കൈ അങ്ങോട്ട് മടക്കി വെക്കണം. അതുപോലെ
ചോദ്യോത്തരങ്ങളും ഇതുപോലെ എടുത്ത് വെട്ടി വെട്ടി മുണ്ടിന്റെ കോന്തലക്കലും കേശുവേട്ടാ, ഒരു കാലി ചായ. സുധാര സാറേ, കുട്ടിയൊക്കെ എല്ലാം ഞാൻ ക്ലാസ് നേരത്തെ കഴിഞ്ഞാണല്ലോ, ഒരു പോയില്ലേ? മാഷ് ഒന്നുകൊണ്ട് അപ്പൊ മാഷ് അറിഞ്ഞില്ലേ ഇന്ന് രാത്രി ക്ലാസ് ഉണ്ട്? സുധാകരൻ സാറേ, ഇത് നടക്കത്തില്ല സാറേ. ഞാനിത് സ്കൂളിൽ അറിയിക്കും. പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുള്ളതല്ല പ്രധാനം. കുട്ടികൾ പഠിക്കുക, പഠിച്ച് വിവരവും വിവേകമുള്ളവരാവുക. ഇവരെ വഴിതെറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനിത് സ്കൂളിൽ അറിയിക്കും. ഞാനിത് സ്കൂളിൽ അറിയിച്ച സാറകത്ത ഓർത്തോ. അയ്യോ സാറേ, കൊല്ലക്കുടിയിൽ സൂചി കൊരുക്കാൻ നോക്കണ്ട. സാറിന്റെ ജോലി നോക്കി പോയാ മതി. പിന്നെ ഇതിന്റെ പേരിൽ എന്നെ പിടിച്ച് മൂക്കി കയറ്റാൻ നോക്കുകയാണെങ്കിൽ അങ്ങ് കയറ്റിക്കോ സാറേ. അടിച്ചു കൂട്ടടവനെ. കൊല്ലണം.